ഹായ് എവ്രി വൺ, ഈ ഡ്രോപ്സ് എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്സ് ഓഫ് സ്പീച്ച് 8 ഇതിലെ ഒന്നാമത്തെ നൗൺ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പ്രോനൗണും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ അഡ്ജക്റ്റീവാണ് പറയുന്നത്. അഡ്ജക്റ്റീവിനെ കുറിച്ച് മുമ്പൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും പാർട്സ് ഓഫ് സ്പീച്ചിലെ മൂന്നാമത്തത് അഡ്ജക്റ്റീവ് ആയതുകൊണ്ട് ഒന്നുകൂടെ പറയാം. എന്താണ് അഡ്ജക്റ്റീവ്? Adjective. An adjective is a word that modifies or describes a noun or pronoun. ഒരു നൗണിനെയോ പ്രോനൗണിനെയോ വിശേഷിപ്പിക്കുന്ന അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയുന്ന വേർഡ്സിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഉദാഹരണം, ആര്യ ഈസ് ബ്യൂട്ടിഫുൾ. ആര്യ ഭംഗിയുള്ളവളാണ്. ആര്യ ഒരു പേഴ്സൺ ആണ്, ഒരാളുടെ പേരാണ്, നൗണാണ്. ആര്യയുടെ പ്രത്യേകതയാണ് ഭംഗി എന്നുള്ളത്. അപ്പോൾ ആര്യയുടെ പ്രത്യേകതയായ ഭംഗിയെ കുറിച്ച് പറയുന്ന ബ്യൂട്ടിഫുൾ എന്ന വേർഡാണ് അഡ്ജക്റ്റീവ്. ആര്യ നൗണാണ്. ദിസ് ഈസ് അഡ്ജക്റ്റീവ്. ഷീ ഈസ് വെരി സ്മാർട്ട്. അവൾ വളരെ മിടുക്കിയാണ്. അവൾ, ഷീ പ്രോനൗണാണ്. മിടുക്കിയാണ് എന്നർത്ഥം വരുന്ന സ്മാർട്ട് എന്ന വേർഡാണ് ഈ സെൻറ്റൻസിൽ അഡ്ജക്റ്റീവ്. അവളുടെ ഒരു ഗുണമാണ് മിടുക്ക് എന്നത്. മിടുക്കുള്ളവളാണ്, മിടുക്കിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സ്മാർട്ട് എന്ന വേർഡ് ഉപയോഗിച്ചു. ഈ വേർഡാണ് അഡ്ജക്റ്റീവ്. ദിസ് ഈസ് എ ക്ലീൻ ടേബിൾ. ഇത് ഒരു വൃത്തിയുള്ള ടേബിളാണ്. ഇത് പ്രോനൗണാണ്. ദിസ് ക്ലീൻ, വൃത്തിയുള്ള. അപ്പോൾ ഈ പ്രോനൗണിൻ്റെ ഒരു വിശേഷണമാണ് ക്ലീൻ, വൃത്തിയുള്ള. ഇത് വൃത്തിയുള്ള ടേബിളാണ്. അപ്പോൾ വൃത്തിയുള്ള എന്നർത്ഥം വരുന്ന ക്ലീൻ എന്ന വേർഡാണ് അഡ്ജക്റ്റീവ്. ഇതുപോലെ നൗണിനെയും പ്രോനൗണിനെയും വിശേഷിപ്പിച്ച് പറയുന്ന അവയുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്ന വേർഡ്സിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള കൂടുതൽ വേർഡ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് ചെയ്ത അഡ്ജക്റ്റീവിൻ്റെ വീഡിയോ ഒന്ന് കാണുക. അതിലൊരുപാട് വേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ വേർബുമായിട്ട് വരാം. ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.